മരണത്തിൽ ദുരൂഹത എന്തെങ്കിലുണ്ടോ? ചെല്ലപ്പഞ്ചേട്ടൻ്റെ മരണത്തിൽ ദുരൂഹത ഇന്നലെ അദ്ദേഹം ഒരു ബൈറ്റ് കൊടുത്തിരുന്നു. ഇന്നലെ അത് CPIക്കാർ അദ്ദേഹത്തെ ഭയങ്കരമായി ഉപദ്രവിച്ചിരുന്നു. അത് വർഷങ്ങളായിട്ടുള്ള ഒരു നിരന്തരമായ പീഡനം അദ്ദേഹം എവിടെ നിന്നൊക്കെയോ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വൈക്കം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പരാതിയായിട്ട് വന്നു. ആ പരാതികളെല്ലാം വിളിച്ച് പറഞ്ഞ് തീർക്കുകയും ചെയ്തു. കളക്ടർ അടുത്ത് പോയി, SP അടുത്ത് പോയി. പക്ഷേ പുള്ളിക്കൊരു നീതി കിട്ടി എന്ന് എനിക്ക് തോന്നുന്നില്ല. പൂർണ്ണമായ നീതിയൊന്നും അദ്ദേഹത്തിന് ലഭ്യമായിട്ടില്ല. അദ്ദേഹം എല്ലാം ചെയ്യുന്നത് ഈ കൃഷിക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ അതനുസരിച്ച് ഭരണകൂടം അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തുവെന്ന് എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ ഒരു അന്ത്യമാണ് ഈ കാണുന്നത്. ഈ ഒരു വിഭാഗം അദ്ദേഹത്തെ പുറകെ നടന്ന് ഉപദ്രവിക്കുകയായിരുന്നു. ആ ഉപദ്രവം സഹിക്കാതെ വയ്യാതെ ഇദ്ദേഹം ചേർത്തലയ്ക്ക് കച്ചവടം മാറ്റിപ്പോയി. ഈ വൈക്കത്തു നിന്ന് ചേർത്തലയ്ക്ക് കച്ചവടം മാറ്റിപ്പോയി. ഞാനൊരു പ്രാവശ്യം ചേർത്തല ചെല്ലുമ്പോൾ ചേർത്തല ബസ് സ്റ്റാൻഡിനോട് കച്ചവടം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇതൊരു ജനനന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയായ ഇദ്ദേഹത്തിൻ്റെ ഈ നിര്യാണത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ള ദുഃഖം രേഖപ്പെടുന്നതോടൊപ്പം തന്നെ ശക്തവും വ്യക്തവുമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തും അധികാരിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇനി ഒരാൾക്ക് ഇത് സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള പഴുതടച്ച ഒരു അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പ്രാദേശിക ആളുകൾക്കെതിരെ ആരോപണമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ദീർഘകാലമായിട്ടുള്ള അങ്ങനെ തർക്കം ഉണ്ടായിരുന്നു. ദീർഘകാലമായി അങ്ങനത്തെ ഒരു തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഏത് പാർട്ടിയാണെന്ന് പറയാനൊന്നും പറ്റിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ ആരോഗ്യം ഉപദ്രവിച്ചിരുന്നു. എപ്പോഴും എന്നെ കാണുമ്പോഴൊക്കെ പരാതി പറയുവാറുണ്ട്. ഞാൻ അദ്ദേഹമായിട്ട് വളരെ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ പരാതി ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു. അത് ആരാണെന്ന് ചോദിച്ചാൽ അത് ദുരൂഹത അന്വേഷിക്കണം. കൃത്യമായ ഇതിന് എന്ത് സംഭവിച്ചു, സത്യസന്ധമായ അന്വേഷണം വേണം, ശക്തമായ അന്വേഷണം വേണം. ഇതിൻ്റെ സത്യസന്ധത വെളി വരണം. അതേ നമുക്ക് പറയാനുള്ളൂ. അത് അയാളുടെ ഫോണൊക്കെ പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ചെല്ലപ്പഞ്ചേട്ടൻ്റെ ഫോൺ പരിശോധിക്കണം. അപ്പോൾ അതിനകത്തെല്ലാം ഉണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഇന്നലെ അയാൾ ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതൊക്കെ കൂട്ടി വായിച്ച് അന്വേഷണം നടത്തണം. അന്വേഷണം നടത്താതെ കോൺഗ്രസ് പാർട്ടി ഇതിൽ നിന്ന് പുറത്തൊന്നും പോകുന്നില്ല. ഞങ്ങളിത് സമരമായിട്ട് മുന്നോട്ട് പോകും. ആരെങ്കിലും അന്വേഷണത്തിൽ ഒതുക്കാനാണ് പരിപാടിയെങ്കിൽ കോൺഗ്രസ് പാർട്ടി സമരമായിട്ട് മുന്നോട്ട് പോകും. ആ കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല. ഈ ചെല്ലപ്പഞ്ചേട്ടൻ്റെ നിര്യാണത്തിൽ അതീവ ദുഃഖം. കാരണം 10-22 വർഷമാണ്. എൻ്റെ പേര് PD ഉണ്ണി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡൻ്റാണ്. വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാനസികമായി ഒത്തിരി ഈ വിഷമങ്ങളുണ്ടായതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു അന്ത്യമുണ്ടായത്. മക്കൻ ചെല്ലപ്പൻ ഈ പ്രദേശത്തെ ഒരു നല്ല കർഷകനാണ്. ഒരു യഥാർത്ഥത്തിൽ പറഞ്ഞ ഒരു പ്രോജക്റ്റ് ഭംഗിയായി വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിനേക്കാളുപരി ജീവിതത്തിൽ ഇതുപോലെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിട്ടും ജീവിതത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഒരാൾക്ക് ഇങ്ങനൊരു സംഭവം, അപ്പോൾ അയാൾ മാനസികമായിട്ട് എത്രത്തോളം അയാളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദുരൂഹമാണ് ഈ അന്ത്യം. അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിൽ ദുരൂഹമാണ്. എന്തുവരെയാണല്ലോ ആ ജീവിതം നഷ്ടപ്പെട്ടതിൽ ശരിയായൊരു അന്വേഷണം അത് ഏത് തരത്തിലാണെങ്കിലും ഉണ്ടാവണമെന്നാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുള്ള അന്വേഷണം. അതുപോലെ തന്നെ ഈ പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞാൽ വളരെ ദുരൂഹത പറഞ്ഞ പാർട്ടി ഓഫീസാണ്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പാർട്ടി നേരിട്ട് ഭരിക്കുന്ന ഇവിടെ പ്രാദേശിക ബാങ്കിൽ ശക്തമായ കോടികളുടെ അഴിമതി ആരോപണമാണ് മക്കൻ ചെല്ലപ്പൻ ആരോപിച്ചിരുന്നത്. അവിടെ നിന്നാണ് മക്കൻ ചെല്ലപ്പനുമായി ഈ പാർട്ടി അകലുന്നത്. അവിടെ നിന്നാണ് ഈ പാർട്ടിയിൽ നിന്ന് നൂറുകണക്കിന് പേര് തലയാഴത്തെ വിവിധ പാർട്ടികൾ ചേർന്നിരിക്കുന്നത്. ആ ഭാഗമായി പലരെയും ഈ പാർട്ടിയുടെ നേതാക്കന്മാർ വലിയ ഭീഷണികൾ മുടക്കിയിരുന്നു. ആ ഭീഷണിയുടെ ഭാഗമായിട്ടാണോ ഇതിങ്ങനെ ഉണ്ടായതെന്നാണ് നമ്മൾ സംശയിക്കുന്നത്. കാരണം ഇദ്ദേഹം ഒരു ഹാൻഡിക്രാഫ്റ്റാണ്. ഇദ്ദേഹത്തിന് സ്വയമായി നടക്കുവാനോ ഒന്നും പറ്റാത്ത വാക്കുകൾ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതുപോലൊരു മേശപ്പുറത്ത് കയറി ഇങ്ങനൊരു ആത്മഹത്യ നടത്തുമെന്നുള്ളത് വിശ്വസനീയമല്ല. അതൊരു സമഗ്രമായ കൃത്യമായ ഒരു അന്വേഷണം നടത്തുമെന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം. ശാരീരിക അസ്വാസ്ഥ്യത്തിൻ്റെ പേരിൽ സ്ട്രോക്കാണ് അങ്ങേർക്കുണ്ടായത്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എന്ന് പറയുന്നത് മറ്റു തരത്തിലല്ല. സ്ട്രോക്ക് വന്നിട്ട് ആ സ്ട്രോക്കിനെ അതിജീവിച്ച ഒരു വ്യക്തിയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അത്രയ്ക്ക് വെല്ലുവിളിച്ച് ജീവിതത്തെ ഫേസ് ചെയ്ത ഒരാളാണ്. അയാൾക്ക് അങ്ങനെ ഒരു ഈ തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്രയ്ക്ക് ദുരിതമൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും ഒരു അന്വേഷണം ആവശ്യമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന ഒരാളാണ് ചെല്ലപ്പൻ ചേട്ടൻ. കുഞ്ഞിലേ മുതലേ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളിലൊക്കെ കണ്ട് വന്നൊരാളാണ്. ശരിക്കും ഞാനിവിടെ തൊട്ടടുത്ത് കാണുന്ന തലയാഴം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന മുതൽ നല്ല കരുത്താർന്ന ഒരു മനസ്സിൻ്റെ ഉടമയും നല്ല ദൃഢനിശ്ചയമുള്ള ഒരു കർഷകനും കൂടിയാണ് അദ്ദേഹം. ഞാനൊരു കർഷക തൊഴിലാളിയുടെ മകനും കൂടി ആയതുകൊണ്ട് തീർച്ചയായും കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ്. അദ്ദേഹത്തിന് കുറേയധികം കാര്യങ്ങൾ എനിക്കും ചെയ്തിട്ടുണ്ട്. തിരിച്ചും ആ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ അദ്ദേഹത്തോടൊപ്പം നിന്നിട്ടുണ്ട്. തലയാഴം ഗ്രാമപഞ്ചായത്തിലെ എൻ്റെ 15 വാർഡിലേക്കും
അദ്ദേഹത്തിൻ്റെ കൃഷിയിൽ നിന്നും വിത്ത് അല്ലെങ്കിൽ പച്ചക്കറി തൈകളൊക്കെ തന്ന് നിരവധി പ്രോത്സാഹനം ഏറ്റവും നല്ല കൃഷിയിടമാക്കി ഈ തലയാഴത്തെ മാറ്റുവാൻ അദ്ദേഹം ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ നിരന്തരം അദ്ദേഹം ഒരു ജനപ്രതിനിധിയായി നല്ല രീതിയിൽ പോകണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒത്തിരി നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ഒപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഒരു ദാരുണ മരണത്തിൽ അകൈതമായ ഒത്തിരി സങ്കടത്തോടെ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. എനിക്കൊപ്പം ഈ ഇലക്ഷന് സ്ഥാനാർത്ഥിത്വം കിട്ടുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിനെ പരിചയമുള്ള അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയിൽ UDF പെട്ടവരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തതായിട്ട് എനിക്കറിയാം. അപ്പം ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരു ജനപ്രതിനിധിയായി ഞാനിവിടെ നിന്ന് കാലത്തോളം എന്നെ ചേർത്ത് പിടിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ. ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല. ഒത്തിരി സങ്കടമുണ്ട്. ഈ അടുത്ത ഇന്നലെ മിനിഞ്ഞാന്ന് വരെ ഞാൻ പോയ പ്രചരണ യാത്രയിൽ എനിക്ക് വന്ന് എന്നെ അനുഗ്രഹിച്ച് പോയ ഒരാളാണ്. അപ്പം ഞാൻ കൂടുതലായി ഒന്നും പറയാൻ എനിക്ക് പറ്റുന്നില്ല. അതുപോലെ ഒരു മേശയിൽ കയറി നിന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നുള്ളതാണ് ദുരൂഹത. അതുകൊണ്ട് ഈ ദുരൂഹതയ്ക്കെതിരെ ശക്തമായ നടപടികളെടുക്കുകയും അന്വേഷണം നടത്തുകയും ക്രിയാത്മകമായ അന്വേഷണം നടത്തണമെന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആവശ്യം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.